ഒരു വലിയ മലയുടെ ഏറ്റവും പൊക്കത്തെത്തിയിട്ട് അവിടുന്ന് ചെരുപ്പ് പൊട്ടി തിരിച്ച് ചെരുപ്പില്ലാതെ നടന്നു വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? സോ സ്റ്റോറി ടൈം. എനിക്ക് ഓഫീസിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ. ഞങ്ങൾ വർക്കൊക്കെ മാറ്റി വെച്ച് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാവരും ഒരു ട്രിപ്പ് പോകും, ചിലപ്പോൾ ഞങ്ങളുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ കൂടും. ഇതവണ ഞങ്ങൾ അടിമാലിയിൽ ജസ്നയുടെ വീട്ടിലാണ് കൂടിയത്. അവിടെ എനിക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ അങ്കിളും ആന്റിയും ഒക്കെ ആയിട്ട് നല്ല ചില്ലായിട്ട് 2 ദിവസം കൂടാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവൻ കോർഡിനേറ്റർ ജെറിൻ പറഞ്ഞത്, നമ്മൾക്ക് ഇവിടെ അടുത്താണല്ലോ മൂന്നാർ, അതുകൊണ്ട് മൂന്നാർ വരെ പോയിട്ട് വരാം. മൂന്നാറല്ലേ, അപ്പൊ അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ച് കയ്യിലുണ്ടായിരുന്നു ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ പോയി. ഏറ്റവും നല്ല സീനറി ഉള്ള സ്ഥലം കാണാനാ പോകുന്നതെന്ന് മാത്രമേ എനിക്ക്. പിന്നെ നോക്കിയപ്പോൾ അവിടെ കുറെ ബസ്സൊക്കെ കിടക്കും. എനിക്കാണെങ്കിൽ ബസ്സിലൊക്കെ ഇരുന്ന് പുറത്തുള്ള കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ആക്ച്വലി ഇറ്റ് വാസ് സോ ഗുഡ് കേട്ടോ. നല്ല രസമുള്ള ക്ലൈമറ്റും തണുപ്പും നല്ല സീനറി ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു സീൻ വരെ എല്ലാം ശരിയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പണി പാളിയെന്ന്. ബസ് ആക്ച്വലി കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് ഈ കാണുന്ന മല മൊത്തം കയറണം. ഗൈസ് ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഡ്രസ് ആൻഡ് ഹീൽസ്. അവിടെ എന്നെ കണ്ടവരൊക്കെ വിചാരിക്കണ്ടാവും ഈ പെങ്കുച്ചിന് ഒരു ബോധമില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, എന്തായാലും കയറിയല്ലേ പറ്റുള്ളൂ. ഒരു സെറ്റർ പോലും ഇല്ലാതെ അത്രയും ഹീലിട്ട് ഞാൻ അങ്ങനെ നടന്നു. ഞങ്ങളുടെ ആദ്യം കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം നമ്മൾ എത്ര പ്രതിസന്ധിയിലൂടെ പോയാലും ക്യാമറ കണ്ടാൽ നമ്മൾ അതൊക്കെ മാറ്റി. എന്നെ കണ്ടില്ലേ ഇതുപോലെ. ഈ വണ്ടി കുറച്ചുകൂടി പയ്യെ പോയിരുന്നെങ്കിൽ ഞാൻ ആ ചേട്ടനോട് ഒരു ലിഫ്റ്റെങ്കിലും ചോദിച്ചേനെ. എന്ത് ചെയ്യാനാ, എന്നെ കണ്ടപ്പോൾ സ്പീഡ് കൂടിയെന്നാ തോന്നുന്നത്. അങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ മല കയറി മലയുടെ പൊക്കത്തെത്താറായി. ഈ കഷ്ടപ്പെട്ട് അവിടെ വരെ കയറി കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബൈ ദ ബൈ, ഇത് ഇരവികുളം നാഷണൽ പാർക്ക് ആണ് കേട്ടോ. കാര്യം ചെറിയ ഞങ്ങൾക്ക് ഒരു പണി തന്നതാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാണ് ഇത്ര നേരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ സ്നേഹനിധിയായ കൂട്ടുകാരൻ. ഇവൻ ഇതുപോലെ കഴിഞ്ഞ തവണ ഞങ്ങൾ അടിമാലിക്ക് വന്നപ്പോൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോകാന്ന് പറഞ്ഞ ഒരു വലിയ കാട്ട് മലയിൽ ഞങ്ങൾ കൊണ്ടുപോയതാ. അത് ഇതിലും വലിയൊരു കഥയായിരുന്നു. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചെരുപ്പ് പൊട്ടി കഥ അറിയേണ്ടതെന്ന് എനിക്കറിയാം. എന്തായാലും കറക്റ്റ് മോളിൽ എത്തിയപ്പോഴാണ് എന്റെ ചെരുപ്പ്. ഇനി നിങ്ങൾ കേൾക്കണം, ചെരുപ്പില്ലാതെ ഞാൻ ഈ കാണുന്ന സ്ഥലം മൊത്തം ഇറങ്ങി. പ്ലീസ് നോട്ട് ചെരുപ്പില്ലാതെ. പിന്നെ നമ്മൾ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതുകൊണ്ട് വളരെ കൂളായിട്ട് ഇറങ്ങി. പിന്നെ ഇതൊരു ടിപ്പായിട്ട് കൂട്ടാൻ മതി. ഫ്രണ്ട്സിന്റെ കൂടെ എവിടെ പോയാലും ഒരു സെക്ടറും ഒരു ജോഡി ഷൂ എടുത്തു. അല്ല, എപ്പൊ ആവശ്യം വരുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. എല്ലാവരും കൂടി ഒരുമിച്ച് കള്ളരും പോലീസും കളിച്ച് പിന്നെ എന്റെ ചെരുപ്പ് പൊട്ടിയ കഥയൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം ഹാപ്പി ആയി കഴിഞ്ഞു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. ദിസ് പീപ്പിൾ ആർ മൈ കംഫർട്ട് സോൺ. എന്താണെങ്കിലും ഇവരെ പറ്റി ഒത്തിരി പൊക്കി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.